ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പച്ചക്കായ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷായിട്ടുള്ള ഒരു പച്ചക്കായ കറിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ പച്ചക്കായ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നമ്മുടെ കറിക്ക് വേണ്ടുന്നത് 2 പച്ചക്കായയാണ്. അപ്പോൾ ഈ പച്ചക്കായയുടെ പുറം ഭാഗത്തെ ആ തൊലിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പച്ചക്കായ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണോളം മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിനി ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. നമ്മളിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ പച്ചക്കായ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടണം. വെന്ത് ഒന്ന് ഉടയുന്ന രീതിയിൽ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പച്ചക്കായൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് കുക്ക് ചെയ്യാൻ വെക്കാം. നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പച്ചക്കായ ഒന്ന് വേകുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ടുന്ന അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു 3 സ്പൂണോളം തേങ്ങ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി തേങ്ങ നമ്മൾ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണ് പെരിഞ്ചീരകം, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 അല്ലി വെളുത്തുള്ളി, ഇത്രയും ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ തേങ്ങ അധികം അരയ്ക്കാതെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പച്ചക്കായ ഒരു 15 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ പച്ചക്കായൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണം. കാരണം ഒന്ന് ഉടഞ്ഞ് കിട്ടുന്ന രീതിയിൽ പച്ചക്കായ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ പച്ചക്കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നു. അപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ കറി ഒരു ചാറ് കറിയല്ല, ഒന്ന് കുഴഞ്ഞിരിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്കിനി അതിലേക്ക് ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ്. നമുക്കിനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം ഗ്രേവിയൊക്കെ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി നമുക്കിതൊന്ന് തിളപ്പിക്കാം.
അപ്പോൾ നമ്മളൊരു 2 മിനിറ്റും കൂടെ ഒന്ന് തുറന്ന് വെച്ച് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇരിക്കും തോറും ഈ കറി അത്യാവശ്യം തിക്കായി വരുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്കിനി ഇത്രയും മതി. നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് ഇതിന് കടുക് പൊട്ടിച്ച് ഒഴിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/2 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഇനി അതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 3 ടേബിൾ സ്പൂണോളം തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യണം. കാരണം ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവറും മണവും നല്ല രുചിയൊക്കെ കിട്ടുക. അതിനുശേഷം നന്നായിട്ട് ഈ തേങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു രീതിയിലും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടുക. അപ്പോൾ ആരും ഈ സ്റ്റെപ്പ് മിസ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ചെയ്യണം. നമ്മൾ നന്നായിട്ട് ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങയും വറ്റൽമുളകൊക്കെ. അപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത തേങ്ങയും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയും കൂടി ഇങ്ങനെ വറുത്തിടുമ്പോഴാണ് നമ്മുടെ ഈ കറിക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ഈ കറി അടിപൊളിയാണ്, നല്ല ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോംബോയാണ്. അപ്പോൾ 2 പച്ചക്കായ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചോറിൻ്റെ കൂടെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. പച്ചക്കായ വെച്ചിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോംബോ ആയിട്ടുള്ള ഈ കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.